ഹായ് ഹലോ കൂട്ടുകാരെ, പാട്ടുപാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അച്ചാറിടാൻ പോവുകയാണ്. മീനച്ചാറാണ്. അപ്പോൾ എനിക്കൊരു 5-6 അയലക്കുട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് വലിയ അയലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാംസം കിട്ടും. അയലയിൽ നല്ല മുള്ളുള്ളതാണ്. അപ്പോൾ ആ മുള്ളെല്ലാം അത് ഒത്തിരി പാടുപെട്ട് ഞാൻ എടുക്കാൻ, ചെറിയ അയലയും കൂടെ ആയിപ്പോയി. അപ്പോൾ അത് അയല കൊണ്ട് ഞാനൊരു അയല അച്ചാറിടാൻ പോവുകയാണ്. അത് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. അയല ചെറിയ അയലയാണ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ചെറിയ അയലയാണ്. അപ്പോൾ അതിനെ കുറച്ചെടുത്ത് ഞാൻ മസാലയൊക്കെ പുരട്ടി, ഒത്തിരിയേ ഉള്ളു, അതിനെ സെറ്റാക്കി നന്നായി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി അതിൽ മസാലകൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് ഒരു ശകലം ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു നുള്ള് അതും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് പൊരിക്കാം. പൊരിച്ച് ഇത് നമുക്ക് അച്ചാർ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് ഇടുന്നത്, അപ്പോൾ നമുക്കത് നോക്കണ്ടേ. വാ. അപ്പോൾ കൂട്ടുകാരെ, അതിലേക്ക് ആവശ്യമായ ഒരു ഇരുമ്പ് ചട്ടി ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചു. അത് പൊരിച്ചെടുക്കാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, എണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അയല മീൻ മസാലകളെല്ലാം പുരട്ടി വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. മുള്ളെടുത്ത് മാറ്റാൻ വലിയ പാടാണ്. കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു ട്രിപ്പിന് മൂത്ത് വരത്തക്ക രീതിയിലേക്കുള്ളതേ ഉള്ളൂ. നമ്മുടെ അയല മീൻ അച്ചാർ പരുവത്തിന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോയാൽ കല്ലിപ്പ് കാണും. അപ്പോൾ നമുക്കിത് കോരിയാലോ കൂട്ടുകാരെ. ഈ മൂപ്പ് മതി, കൂടുതലായ കട്ടി കാണും. അപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ തന്നെ മറ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമുക്കിതിൽ തന്നെ വാട്ടി റെഡിയാക്കി എടുത്ത് നമുക്ക് അച്ചാർ ഈ എണ്ണയിൽ തന്നെ നമുക്കത് ചെയ്യാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇപ്പോഴെങ്ങും കിട്ടാനില്ല, വളരെ പാടാണ്. പിന്നെ കടകളിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പില ഞാൻ മേടിക്കാറില്ല, ഇടത്തില്ല, ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കായക്കട്ട പൊടിച്ചതിട്ട് കൊടുക്കുകയാണ്. പൊടിയില്ലാത്തത് കൊണ്ടാണ് കായക്കട്ട ഇട്ടത്. അല്ലെങ്കിലും കായക്കട്ടയാണ് നല്ലത്. പിന്നെ എളുപ്പത്തിന് വേണ്ടി കായപ്പൊടി ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. കായക്കട്ടയാണ് ഏറ്റവും നല്ലത്. കൂട്ടുകാരെ, എൻ്റെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചതച്ചതും അതുപോലെ അത് ഫുള്ളായിട്ടിട്ട വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് സെറ്റായി മൂത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോകരുത്. അപ്പോൾ നമുക്കിതിലേക്ക് അയല മീൻ പൊരിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് കുറച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പൊട്ടിത്തെറിക്കും, മുഖത്ത് വീണ്
കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അരപ്പ് പുരട്ടി മസാല റെഡിയാക്കി വെച്ചതിൽ ഇതെല്ലാം ചേർത്തതാണ്. കുരുമുളക് ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്. കൂട്ടുകറി മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ശകലം വിനാഗിരി മതി. അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കൂട്ടുകാരെ ഇത് കുറച്ചേ ഉള്ളു, കാരണം അത്രയ്ക്കും വേണ്ടിയുള്ള അയില എനിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മസാലക്കൂട്ടുകളെല്ലാം ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, ശകലം ഉലുവാപ്പൊടി, ഇതെല്ലാം ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്ര പഞ്ചസാര ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ള് അല്ലാതെ വലിച്ചു വാരി ഇതിനകത്തേക്ക് പഞ്ചസാര വാരി ഇട്ട് കഴിഞ്ഞാൽ അത് മധുരത്തിലേക്ക് പോകും, മധുരമായിരിക്കും. ഇത് അതിൻ്റെ എരിവും പുളിയും ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ് ആ ഒരു നുള്ള് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. മധുരത്തിന് വേണ്ടിയല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും വാരി ഇട്ട് കളയരുത്. അതുപോലെ വിനാഗിരി അമിതമായിട്ട് ഒരുപാടൊന്നും അച്ചാറുകളിൽ ആരും ചേർക്കരുത്, ചേർക്കേണ്ട കാര്യമില്ല. വയറ്റിനൊക്കെ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അമിതമായിട്ടൊന്നും ചേർക്കരുത്. അതിന് ഒരു ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. വിനാഗിരി വേണ്ടാത്തവർ ചൂര അച്ചാർ ഇടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ കുടംപുളി, അതായത് പിണംപുളി എന്ന് പറയും, കുടംപുളി എന്ന് പറയും, ഇത് അതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതെല്ലാം എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ കൂട്ടുകാരെ? ഹായ്, ഹലോ കൂട്ടുകാരെ, എല്ലാവരും വായോ. ഇപ്പോൾ ഞാനിട്ട അയില മീൻ കൊണ്ട് അച്ചാറിട്ടതാണിത്. ചൂര അച്ചാറിടും പോലെ തന്നെയാണ് അയില മീൻ കൊണ്ട് അച്ചാറിട്ടു. നല്ല മണമുണ്ട്, നല്ല മണം, നല്ല മണം, കിടുക്കാച്ചി മണം, സൂപ്പർ മണം. ഇപ്പോൾ നമുക്കിത് ഒന്ന് കഴിച്ചു നോക്കാം. പൊട്ടിത്തെറിച്ചു ഇവിടെയാണ് വീണത്. വയോ, എല്ലാവരും വയോ. അപ്പോൾ ഇതിൻ്റെ കൂടെ മീനും ഒരു കഷ്ണം വെളുത്തുള്ളി, കുറച്ച് മസാല, ഇതെല്ലാം കൂടെ വെച്ച് വേണം കഴിക്കാനുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത്? വാ. അടിപൊളി സെറ്റ്, സൂപ്പർ, ഒരു കുഴപ്പമില്ല, അടിപൊളി. അപ്പോൾ കൂട്ടുകാരെ, എനിക്ക് എല്ലാവരും എന്നോടൊപ്പം കാണണം.